ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗുഡ് വൈഫ് സീരീസ് സീസൺ 1 അവസാനത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് നായകൻ ഹരിയുടെയും നായികയുടെയും ഒരു വീഡിയോ കണ്ട് അസ്വസ്ഥനായതാണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. അവൻ ആ ഫോണിൽ ആ ഫോട്ടോ കണ്ട് അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നായിക റൂമിലേക്ക് കയറി വരുന്നു. നായിക ബാഗെല്ലാം വച്ച ശേഷം കോഫി വേണമെന്ന് നായകനോട് ചോദിക്കുമ്പോൾ നായകൻ നായികയോട് അവൻ്റെ കൂടെ നീ കിടന്ന് എന്നെ റിവെഞ്ച് എടുക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. നായികയ്ക്ക് പക്ഷെ അതൊട്ടും ഇഷ്ടമാവുന്നില്ല. നായിക നായകനോട് തർക്കിക്കുന്നു. ഞാൻ അവിടെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പോയതാണെന്നും നിന്റെ വൃത്തികെട്ട മൈൻഡിന് ഇതേപോലെ ആയിരിക്കും തോന്നുക എന്നും പറഞ്ഞ് നായകനെ ചീത്ത വിളിക്കുന്നു. നായകൻ സോറി പറയുമ്പോൾ നായിക നിനക്കത് ചോദിക്കാനും അർഹതയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സീനിൽ നമുക്ക് ALH ഫേമാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ഉമറും അടിച്ചു വരുന്ന ചേച്ചിയും തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫേമിൻ്റെ ഹെഡ് അവിടേക്ക് വന്ന് ഉമറിനെ നോക്കി ചിരിച്ച് മുകളിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഉമർ ഫേമിൻ്റെ ഹെഡിൻ്റെ ക്യാബിനിലേക്ക് വന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കിളിക പശ്മനാഥൻ്റെ പേരിൽ ഒരുപാട് പേര് അവരുടെ വീഡിയോ ഡിഫെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവരൊരു കേസ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫേമിൻ്റെ ഹെഡ് നല്ലതാണെന്നും നമുക്കത് എടുക്കാമെന്നും പറയുന്നു. അപ്പോൾ ഉമർ ഞാൻ അതിൻ്റെ പേരിൽ ഒരു മീഡിയ പ്രസ് കോൺഫറൻസ് വച്ചിട്ടുണ്ടെന്നും മാഡം ഒന്ന് റിവ്യൂ ചെയ്ത് അത് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഫേമിൻ്റെ ഹെഡ് ഉമറിനോട് എല്ലാം തീരുമാനിച്ചിട്ടാണോ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുന്നതിൽ ഉമർ അയ്യോ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മാഡം ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നും നല്ല വർക്ക് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ കേസ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഞാൻ ഒരു ഹൈ പ്രൊഫൈൽ കേസിന് വേണ്ടി അവർക്ക് അങ്ങോട്ട് എപ്പോഴും DM ചെയ്യുമെന്നും എനിക്കൊരു സോഷ്യൽ മീഡിയ ഇതിൽ ഞാൻ ഒരുപാട് വീക്കാണെന്നും പക്ഷേ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടാണ് ഇത് കിട്ടിയതെന്നും പറയുന്നതിൽ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കി അതിന് നല്ലോണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമറിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ ഗുണ തൻ്റെ അഡ്വക്കേറ്റായ ഭരത്തിനോട് കേസ് ഫയൽസ് എല്ലാം എടുത്ത് ഡ്രൈവിംഗിലേക്ക് വരാൻ പറയുന്നു. താൻ PAയും കൂട്ടി അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഭരത്ത് എനിക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നും എനിക്ക് താങ്കളെ ഇനി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നതിന് ഗുണ അയാളെ ചീത്ത പറയുന്നു. പിള്ളയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് താൻ ഈ ലാസ്റ്റ് മിനിറ്റ് ഒഴിഞ്ഞതെന്നും പറഞ്ഞ് ചീത്ത വെച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ നായികയും നായകനും തമ്മിൽ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നായകനോട് എന്താ ഡൗൺ ആയിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ ലാസ്റ്റ് മിനിറ്റ് ഭരത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ നായിക ഐ ഹാവ് ഗോട്ട് യുവർ ബാക്ക് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ALH ഫേമിലെത്തുമ്പോൾ എല്ലാവരും നായകനെ വെൽക്കം ചെയ്യുന്നു. അവിടെ വെച്ച് സ്നേഹ നായകനെ ഒരു എക്സ്പ്രഷനിൽ നോക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നായികയും നായകനും കൂടെ ഫേമിൻ്റെ ഹെഡിനെയും ഹരിയെയും കാണുമ്പോൾ ഫേമിൻ്റെ ഹെഡ് നായികയോട് ട്രയലിന് സമയം ഇല്ലെങ്കിലും ഇത് നമ്മുടെ വൺ ഓഫ് ദ ടോപ്പ് കേസ് ആണെന്ന് പറഞ്ഞ് ഹരിയെയും നായകനെയും ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹരിയും നായകനും ക്യാബിനിൽ ഇരിക്കുമ്പോൾ ഫേമിൻ്റെ ഹെഡ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്നു. ഹരിയും നായകനും തമ്മിൽ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരി നായകനോട് ഒരു പ്രാവശ്യം നമുക്കൊരു റൺ ത്രൂ നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് വിറ്റ്നസ് ആയിട്ടുള്ള സ്കാൻഡലിൽ ഇൻവോൾവ് ആയിക്കുന്ന ടീന അവരെ തന്നെയാണ് നിങ്ങൾക്ക് ബ്രൈബായി ഓഫർ ചെയ്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡ്രഗ് കേസ് നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഇത് ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ ഗുണ അതാണ് അവരുടെ സൈഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഹരി പറയുന്നു നമ്മുടെ സൈഡ് പക്ഷേ നമ്മളത് ചെയ്തിട്ടില്ല എന്ന് സ്നേഹ മെർലിൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആൾ പറയും എന്നാണ് നമ്മുടെ സൈഡ്. അതിൽ കറക്റ്റ് അല്ലേ എന്ന് ഹരി ചോദിക്കുമ്പോൾ നായകൻ ശരിയാണെന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. നായിക സ്നേഹയുടെ മുറിയിലേക്ക് വരുമ്പോൾ സ്നേഹ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയതുകൊണ്ട് തന്നെ ഗുണശേഖരൻ്റെ കേസ് നമ്മുടെ ഫേം ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ ഒരു ബ്രേക്കിൽ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ നായിക സോറി ചോദിക്കുമ്പോൾ അത് സാരമില്ല എന്ന് സ്നേഹ പറയുന്നു. ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും ഈ കേസ് നമ്മുടെ ഫേം എടുത്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നും പറഞ്ഞ് ആ സീൻ അവിടെ അവസാനിക്കും. അടുത്ത സീനിൽ ജഡ്ജിയോട് ഹരിദീപക് ഞാൻ ഇപ്പോഴാണ് കേസ് എടുത്തതും അതുകൊണ്ട് കേസ് പഠിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഒരാഴ്ച ഡേറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയും അഡ്ജോൺമെൻറ്റ് ചോദിക്കരുത് എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും കേസിന് എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായിക ഫേമിൻ്റെ ഹെഡിനോട് എൻ്റെ 6 മാസത്തെ പ്രൊബേഷൻ എപ്പോൾ കഴിയും, ഇപ്പോൾ വേർ ഡു ഐ സ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഫേമിൻ്റെ ഹെഡ് എനിക്ക് ആദ്യം നിന്നെ കണ്ടപ്പോൾ ഒരു ഇംപ്രഷനും ഇല്ലായിരുന്നു, ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഞാൻ നിന്നെ ആദ്യം ഒരു സ്പോയിൽഡ് DV ആയിട്ടാണ് കണ്ടതെന്നും പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളുള്ളിൽ തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റിയെന്നും നീ നല്ലൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണെന്നും പറയുന്നു. പക്ഷേ ALH ഫേമിന് ഇപ്പോൾ വേണ്ടത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ്. ടേക്ക് ഉമർ ഫോർ എക്സാമ്പിൾ, അവൻ എപ്പോഴും റിലയബിൾ ആയിരിക്കും, ഈ ഓഫീസിൽ തന്നെയാണ് അവൻ ജീവിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ നിനക്ക് നിൻ്റെ കുട്ടികൾ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത്ര റിലയബിൾ അല്ല നീ എന്നും പറയുന്നു. അപ്പോൾ നായിക ഞാൻ ഒട്ടും റിലയബിളായി തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫേമിൻ്റെ ഹെഡ് ലുക്ക് തരുണിക, നീ നിൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ളൊരു പ്രശ്നം കാരണം നീ നിൻ്റെ ഫാമിലിയിലെ ബ്രെഡ് വിന്നറായി, അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമായി നീ വന്നതെന്ന് പറയുന്നു. ഇപ്പോൾ നീ നിൻ്റെ ഹസ്ബൻഡുമായിട്ട് പാച്ചപ്പ് ചെയ്ത് പോയാൽ നിനക്ക് ഈ ജോലി ആവശ്യമില്ല എന്നും പറയുന്നു. അപ്പോൾ ഞാൻ നിന്നെ ഒഫൻഡ് ചെയ്തോ എന്ന് ഫേമിൻ്റെ ഹെഡ് നായികയോട് ചോദിക്കുമ്പോൾ നായിക
എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഹരി ദീപക് ഇതെല്ലാം കേട്ട് ഫേമിൻ്റെ ഹെഡിനോട് നിനക്ക് എങ്ങനെ ഇതെല്ലാം സംസാരിക്കാൻ പറ്റുന്നു ലാവണ്യ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫേമിൻ്റെ ഹെഡ് ഐ വാസ് ജസ്റ്റ് ബീങ് പ്രൊഫഷണൽ ഹരി എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ നായികയുടെ വീട്ടിൽ വെച്ച് നായികയും നായകൻ്റെ പിയെയും തമ്മിൽ സംസാരിക്കുമ്പോൾ നീ നല്ലൊരു മൂവാണ് ചെയ്തതെന്നും ഗുണയെ നീ നിൻ്റെ ഫേമിൽ കാണിച്ച് സേവ് ചെയ്തതെന്നും പറയുന്നു. അത് കഴിഞ്ഞ് പിയെ നായികയോട് ഇതൊരു ടഫായിട്ടുള്ള ലീഗൽ ബാറ്റിലായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാം ഞങ്ങളുടെ ഫേം മനസ്സിൽ വെച്ചതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും പറയുന്നതിന് പിയെ ഗുഡ് എന്നും പറഞ്ഞ് ആ സീൻ അവിടെ കഴിയും. അടുത്ത സീൻ ഗുണയുടെ കേസ് ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ വെച്ച് വിറ്റ്നസ്സായ ടീനയെ വിളിക്കുന്നു. ടീന വന്നിട്ട് ഗുണശേഖരന് ഞാൻ ക്ലയൻ്റായിട്ട് പോകാറുണ്ടെന്നും, അതായത് ഇതേപോലെ ഹോട്ടലിൽ ഒറ്റയ്ക്ക് പോകാറുണ്ടെന്നും, വൈഫ് വിളിക്കുമ്പോൾ അയാൾ ട്രാഫിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹോട്ടലിൻ്റെ ജനലെല്ലാം തുറന്നു വിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും ടീന പറയുന്നു. അപ്പോൾ വക്കീൽ എത്ര കാലമായിട്ടാണ് ഇത് നടക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ വരെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാനുണ്ടായിരുന്നു എന്ന് ടീന പറയുന്നു. അപ്പോൾ വക്കീൽ ടീനയോട് ആരാണ് ഈ സർവീസിന് പൈസ തരുന്നതെന്ന് ചോദിക്കുന്നതിന് ടീന മെത് മഹാരാജയാണ് തരാറുള്ളത്, അത് ഗുണശേഖരന് അറിയാമെന്നും പറയുന്നു. അപ്പോൾ ഹരി ഒബ്ജക്ഷൻ ചോദിച്ചുകൊണ്ട് ഗുണശേഖരന് ഓൾറെഡി അതറിയാമെങ്കിൽ എന്തിനാണ് അയാളും നിങ്ങൾക്ക് പൈസ തരുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് പൈസ കൊടുത്തതായിട്ടുള്ള ഒരു ഡോക്യുമെൻസും ഹരി സബ്മിറ്റ് ചെയ്യുന്നു. 20,000 രൂപ റിപ്പീറ്റഡ് ആയിട്ട് ഈ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഹരി കൊടുക്കുന്നു. അതിൽ അവളുടെ അക്കൗണ്ടിൻ്റെ നെയിം ഉമാറാണി എന്നാണെന്നും ടീനയുടെ യഥാർത്ഥ പേര് ഉമാറാണി എന്നാണെന്നും കോടതിയിൽ സത്യം ചെയ്തിട്ടും പേര് വരെ തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഹരി പ്രൂവ് ചെയ്യുന്നു. പക്ഷെ അപ്പോൾ ടീന ഇല്ല മെത് മഹാരാജയുടെ അടുത്തുനിന്ന് മാത്രമേ എനിക്ക് പേയ്മെൻറ്റ് വരാറുള്ളൂ എന്ന് പറയുന്നതിന് ഹരി പറയുന്നു മെത് മഹാരാജയുടെ അടുത്തുനിന്നോ ആരുടെ അടുത്തുനിന്നോ നിങ്ങൾ പൈസ മേടിക്കുന്നതിന് എൻ്റെ ക്ലയൻറ്റുമായിട്ട് അതിനൊരു ബന്ധമില്ല, ഗുണശേഖരന് അതറിയേണ്ട ആവശ്യവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ടീന അഥവാ ഉമാറാണി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഫേക്ക് ചെയ്യുകയാണെന്ന് പറയുന്നതിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജ് കേസ് ഹിയറിംഗ് നാളെ രാവിലെ 10 മണിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നു. അടുത്ത സീനിൽ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. മകൻ വന്ന് റോസ് മിൽക്ക് വേണമോ എന്ന് ചോദിക്കുന്നതിന് പിയെ എനിക്ക് 2 എണ്ണം വേണം, എനിക്ക് അത്രയും സന്തോഷമാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ നായിക നാളത്തെ വിറ്റ്നസ് മാതേഷ് ആണെന്നും അയാളെ ടീനയേക്കാൾ സൂക്ഷിക്കണമെന്നും അയാൾ ഷെയ്ഡി ഡീലിങ്സ് ചെയ്യാൻ കുറേ നാളായി തുടങ്ങിയിട്ടെന്നും അയാൾക്ക് എന്ത് പറയണം എന്ന് കൃത്യമായി അറിയാം, അതുകൊണ്ട് അയാൾ ഇമ്പോർട്ടൻ്റ് ആണെന്നും പറയുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ കേസ് ഹിയറിങ്ങിന് രാവിലെ 10 മണിയായിട്ടും മാതേഷ് എന്ന വിറ്റ്നസ് വരാത്തത് കൊണ്ട് ജഡ്ജി പ്രോസിക്യൂഷനോട് അയാളെ വിളിച്ചു നോക്കാൻ പറയുന്നു. പക്ഷെ അയാളുടെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ് കാണിക്കുന്നത്. അപ്പോൾ നായകൻ പിയെ നോക്കുന്നതിന് നമുക്ക് മനസ്സിലാവും അവർ കാരണമാണ് അയാൾ വരാത്തതെന്ന്. അപ്പോൾ പ്രോസിക്യൂഷൻ ജഡ്ജിനോട് കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റാമോ എന്ന് ചോദിക്കുന്നതിന് ജഡ്ജ് ആദ്യം ഡിഫൻസ് ഒരാഴ്ച നീട്ടിവെച്ചു, ഇനി പ്രോസിക്യൂഷൻ നീട്ടിവെക്കാൻ പറ്റുമോ, അത് നടക്കില്ല, കേസ് വേണമെങ്കിൽ ഉച്ചത്തേക്ക് മാറ്റാം, പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് അയാൾ വരണം, അല്ലെങ്കിൽ കേസ് അതിൽ കൂടുതൽ മാറ്റാൻ പറ്റില്ല എന്ന് ജഡ്ജ് പറയും. അടുത്ത സീനിൽ നായികയും നായകനും പിയെയും കോടതിയിലേക്ക് വരുമ്പോൾ അവർ സ്നേഹയെ കാണുന്നു. നായിക ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. നായകൻ സ്നേഹയെ നോക്കുമ്പോൾ സ്നേഹ തിള്ള പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. അതായത് സ്നേഹയ്ക്ക് എന്തൊക്കെ അറിയാമോ അതെല്ലാം പറയാൻ തിള്ള സ്നേഹയോട് പറയുന്നു. അപ്പോൾ സ്നേഹ എനിക്ക് എന്തൊക്കെ അറിയാമോ, എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ, എന്തൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എല്ലാം ഞാൻ പറയാമെന്ന് സ്നേഹ പറയുന്നു. അടുത്തത് സ്നേഹ മെറിലിൻ്റെ ഹിയറിംഗ് ആണ്. അവിടെ വെച്ച് സ്നേഹ ഞാൻ ഗുണയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തെന്നും പക്ഷേ അങ്ങേരുടെ പോസ്റ്റ് സെറ്റപ്പിൽ ഞാൻ ഫിറ്റ് ആയില്ലെന്നും അതുകൊണ്ട് എനിക്ക് ഫ്രീലാൻസ് വർക്കാണ് തന്നതെന്നും പറയുന്നു. അപ്പോൾ ഏത് ടൈപ്പുള്ള ഫ്രീലാൻസ് വർക്കാണെന്ന് ചോദിക്കുന്നതിന് സ്നേഹ ഞാൻ വിറ്റ്നസിനെ ഫോളോ ചെയ്യുന്നു, അവരുടെ അങ്ങനത്തെ ജോലിയാണ് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് മാസശമ്പളമല്ല, കൺവീനിയൻസ് ഫീ ആയിട്ട് ക്യാഷായി കയ്യിലാണ് അദ്ദേഹം തന്നിരുന്നതെന്നും പറയുന്നു. അപ്പോൾ അപ്പോൾ പ്രോസിക്യൂഷൻ ഗുണയും മെത് മഹാരാജയും തമ്മിലുള്ള ബന്ധം ചോദിക്കുമ്പോൾ സ്നേഹ എനിക്ക് അവരും ഡ്രഗ് ഡീലറും, അതായത് മെത് മഹാരാജയും ഗുണശേഖരനും തമ്മിൽ എന്ത് ബന്ധമുണ്ടോ അതൊന്നും എനിക്കറിയില്ല എന്ന് സ്നേഹ പറയുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ സ്നേഹയോട് അപ്പോൾ മെത് മഹാരാജയുടെ കയ്യിൽ നിന്ന് ഗുണശേഖരൻ കാശ് വാങ്ങിയിട്ടില്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നതിന് എനിക്കറിയില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് സ്നേഹ പറയുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ ജഡ്ജിനോട് സ്നേഹ കഥ മാറ്റുകയാണെന്ന് പറയുന്നു. പക്ഷേ ജഡ്ജ് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇല്ല എന്ന് പറയുന്നതോടെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്തത് കേസിൻ്റെ വിധിയാണ് പറയുന്നത്. ജഡ്ജ് ഇത്രയും നല്ലൊരു വക്കീലിൻ്റെ എതിരെ ഇങ്ങനെ ഒരു ചീത്ത കേസ് വന്നതിന് അയാളോട് സോറി ചോദിക്കുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ബ്രോട്ടപ്പ് ചെയ്ത ഈ കേസ് വളരെ വീക്കാണ് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഗുണശേഖരൻ്റെ മേലിലുള്ള എല്ലാ ചാർജസും കോടതി ഡിസ്മിസ് ചെയ്തുകൊണ്ട് വിധി വരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്ന സീൻ കാണിക്കുന്നു. ഗുണശേഖരൻ നായികയെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ തന്നെ ഹരിയോട് താങ്ക്സ് പറയുന്നു. അതുപോലെ നായികയും ഹരിയോട് താങ്ക്സ് പറയുന്നു. അടുത്ത സീനിൽ നായിക ഫേമിൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുമ്പോൾ ഹരി വന്ന് സോറി തരുണിക, ഫേമിൻ്റെ ഡിസിഷൻ ഉമറിനെ റീറ്റെയിൻ ചെയ്യാനാണ് എന്ന് പറയുന്നു. അപ്പോൾ തരുണിക ഉമർ ഒരു ഡിസേർവിങ് കാൻഡിഡേറ്റ് ആണെന്ന് പറയുമ്പോൾ ഹരി ഐ എം സോറി ദാറ്റ് ഐ കുഡൻ ഡു എനിത്തിങ് എന്ന് പറയുമ്പോൾ തരുണിക സാരമില്ല, ഐ ഓ യു എ ലോട്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഹരിയുടെ വിഷമമുള്ള ഒരു ഫേസ് കാണിച്ചുകൊണ്ടാണ് ആ സീൻ അവിടെ കഴിയുന്നത്.
അടുത്തൊരു സീനിൽ പി എയുടെ ഫോണിലേക്ക് ലാവണ്യയുടെ ഒരു വോയിസ് മെസ്സേജ് വരുന്നതാണ് കാണുന്നത്. ഐ വിൽ ഡൂ ദ നീഡ്ഫുൾ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഫേമിൽ വെച്ച് നായിക എല്ലാവരോടും ബായ് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ ഫേമിൻ്റെ ഹെഡും ഹരിയും വന്ന് ഗുണശേഖരൻ്റെ കേസ് കഴിഞ്ഞ് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ടെന്നും അപ്പോൾ ഹരി നായികയോട് നീ റിലീവ് ആവേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് 2 ജൂനിയർ അസോസിയേറ്റ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നായികയ്ക്ക് ഒരുപാട് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു. അടുത്ത സീനിൽ ഉമർ വിഷമത്തോടെ കള്ളു കുടിച്ചിരിക്കുമ്പോൾ തിള്ളെ വന്ന് നീ എൻ്റെ കൂടെ വരാനും നിന്നെ ഒരുപാട് ഹൈറ്റിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിക്കുമെന്നും പറയുന്നു. പക്ഷെ ഉമർ ഒന്നും തിരിച്ചു പറയുന്നില്ല. അടുത്ത സീനിൽ നായികയുടെ വീട്ടിൽ പാർട്ടി എല്ലാം വന്ന് നായകന് അപ്രിഷ്യേറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നായികയ്ക്ക് ഹരിദീപകിൻ്റെ കോൾ വരുന്നു. അവൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് കോൾ എടുക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകുന്നു. നായിക ഫോൺ എടുത്തുകൊണ്ട് ഹരിയോട് പാർട്ടി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, നീയും കൂടെ വരാമോ എന്ന് ചോദിക്കുന്നതിൽ ഇല്ല, സോറി തരുണിക, കേസ് കഴിഞ്ഞു, ഇനി ഞാനും അയാളും തമ്മിലൊരു ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്നും ഇത് പറയാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറയുന്നു. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഇത്രയും നാളും നിർബന്ധിച്ചിട്ടും ഞാൻ കല്യാണം കഴിക്കാതിരിക്കേണ്ട കാരണം ആരാണെന്ന് ചോദിക്കുന്നു അയാൾ. അതിൻ്റെ കാരണം നീ മാത്രമാണെന്നും എനിക്ക് നിന്നോടുള്ള ഇഷ്ടമാണെന്നും അതൊരിക്കലും മാറില്ല എന്ന് പറയുന്നു. നിനക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഹരി നായികയോട് ചോദിക്കുന്നു. നായിക ഹരിയോട് എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം നീ മറന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹരി കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് നീ നാട്ടുകാരെയും എല്ലാവരെയും വിശ്വസിപ്പിക്കാം, പക്ഷെ എന്നെ വിഡ്ഢിയാക്കാൻ നിനക്ക് പറ്റില്ല എന്ന് പറയുന്നു. എൻ്റെ കണ്ണിൽ എനിക്കത് കാണാമെന്നും നീ ഹാപ്പി അല്ലെന്നും ഹരി പറയുന്നു. അപ്പോഴേക്കും ഗുണ നായികയെ വിളിക്കുമ്പോൾ നായിക പുറത്തിറങ്ങി 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് തിരിച്ച് റൂമിൽ കയറി ഹരിയോട് എൻ്റെ കുട്ടികളാണ് എൻ്റെ ലോകമെന്നും എനിക്ക് ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാണെന്നും എൻ്റെ ഹസ്ബൻഡ് തെറ്റുകളെല്ലാം മനസ്സിലാക്കി പുതിയൊരാളായതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും ഇപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഒരു ഹോൾഡ് കിട്ടിയെന്നും നായിക ഹരിയോട് പറയുന്നു. ദയവ് ചെയ്ത് നിൻ്റെ ഈ ചിന്തകളെല്ലാം എടുത്ത് കള എന്ന് പറഞ്ഞ് നായിക ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ആ സീൻ അവിടെ കഴിയുന്നു. അടുത്ത സീനിൽ, അതായത് നമ്മുടെ ക്ലൈമാക്സ് സീനിൽ നായകന് ലോ ഫോം തിരിച്ചൊരു വെൽക്കം കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് പി എ നായകനെ എന്തെങ്കിലും പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് തരുണികയെ കാണിക്കുന്നു. അവൾ വാഷ്റൂമിൽ നിന്ന് ഒരു മാതിരി നിൽക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിനകത്ത് തിള്ളയും ഒരു പെണ്ണും തമ്മിൽ ഒരു വൃത്തികെട്ട വീഡിയോ ആണ് കാണുന്നത്. അപ്പോഴാണ് നായിക പെണ്ണിൻ്റെ കയ്യിൽ ഒരു ടാറ്റു ശ്രദ്ധിക്കുന്നത്. ആ ടാറ്റു നായിക ഫസ്റ്റ് സീനിൽ സ്നേഹയെ കണ്ടപ്പോൾ സ്നേഹയുടെ കൂടെയുള്ള ഒരു പെണ്ണിൻ്റെ കയ്യിൽ അത് കണ്ടിരുന്നു. അപ്പോഴാണ് നായികയും നായികയെ പറ്റി, അതായത് നായകനെ പറ്റി നായികയോട് പറഞ്ഞിട്ടുള്ളത് ആലോചിക്കുന്നത്. ഫേമിൽ ഒരുപാട് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു, നായകൻ്റെ കൂടെ ഒരുപാട് അടുത്തിടപെട്ടിട്ടുണ്ടെന്ന് എല്ലാം പറയുന്നത് നായിക ഓർക്കുന്നു. അപ്പോൾ നായികയ്ക്ക് എന്തോ സംശയം വരുന്നു നായകൻ്റെ പുറത്ത്. നായകനോടൊരു റിപ്പോർട്ടർ നിങ്ങളുടെ വൈഫ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നായകൻ ജോസഫിനോട് നായികയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ പി എ വന്ന് നായികയെ വിളിക്കുമ്പോഴായിരിക്കും നായികയുടെ ഫോണിലേക്ക് ഹരിദീപകിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വരുന്നത്. നായിക അത് കേൾക്കുന്നതിന് മുമ്പ് പി എ നായികയുടെ നിന്ന് ഫോൺ മാറ്റി നായകൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ആ വോയിസ് മെസ്സേജിൽ കാണുന്നത് നീ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിന്റെ ഹോൾഡ് എന്തെങ്കിലും നിന്റെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ, അതായത് നിന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും നിന്റെ ലൈഫിൽ നിന്ന് പോകും, അപ്പോൾ നിനക്ക് എപ്പോഴും സപ്പോർട്ടായി ഞാനുണ്ടാകും, നിനക്ക് എന്താവശ്യം വന്നാലും നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ എന്നും ഞാൻ ഉണ്ടാകും എന്ന് ഹരിയുടെ ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. പക്ഷെ പി എ ആ വോയിസ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു. ഈ സ്റ്റേജിൽ നായകൻ നായികയുടെ കൈ പൊക്കി അവരൊരുമിച്ചാണ് എന്ന് കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡും ഈ സീസണും അവസാനിക്കുന്നത്. ഈ സീരീസ് അമേരിക്കൻ സീരീസ് ആയിട്ടുള്ള ഗുഡ് വൈഫിൻ്റെ അഡാപ്റ്റേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ആക്ട്രസ് രേവതിയാണ്. എപ്പിസോഡും സീരീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല സിനിമയോ സീരീസോ ആയി വീണ്ടും കാണാം. ബൈ ബൈ.